ഒന്ന് UDFും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലും നേതൃസ്ഥാനത്തിലേക്കുള്ള കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് UDFിൻ്റെ രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോൾ ആ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസിനെ ചൊല്ലി സൃഷ്ടിക്കുന്ന അവസാനത്തെ വാർത്തയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കാൻ അത് കേരള കോൺഗ്രസ് അല്ല തീരുമാനിക്കുന്നത്, മറ്റാരെങ്കിലുമാണോ തീരുമാനിക്കുന്നത്? അത് കേരള കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ്. കേരള കോൺഗ്രസ് അതിൻ്റെ തീരുമാനിക്കാൻ ആർക്കും അപേക്ഷ കൊടുക്കുകയോ ഏതെങ്കിലും മുന്നണിയെ പറ്റിയോ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിനെ പറ്റിയോ കൊടുത്തിട്ടില്ല. അത് കേരള കോൺഗ്രസ് തീരുമാനം. ഈ വാർത്തകൾ നേരത്തെ വന്നപ്പോൾ തന്നെ വളരെ ആധികാരികമായി ഞാൻ തന്നെ പറയുകയുണ്ടായി, കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്. അതിനെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവൾ ഇങ്ങനെയുള്ള ഒരു നുണക്കഥകൾ ഇങ്ങനെ ഇറക്കി വിടുകയാണ് ഓരോ ദിവസവും. അതൊരു ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒരു PR-ൻ്റെ ഒക്കെ ഭാഗങ്ങൾ കാണാം. ആലോചന നടത്തും, അല്ല ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ്. കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. UDF നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിനകത്ത് നേതൃസ്ഥാനത്തേക്കുള്ള കലഹം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ അതിനകത്തുള്ള ഭിന്നത നടക്കുന്നു. അതിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തിൻ്റെ കൂടെയാണ് ഈ നുണക്കഥകൾ. അത് മാത്രമല്ല, വിശ്വസിക്കാൻ ഈ സാങ്കല്പിക കഥകളൊക്കെ മെയ്യുമ്പോഴൊക്കെ അല്പമെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും കൊടുക്കട്ടെ, അതുമല്ല. അതുകൊണ്ട് ഇതൊന്നും ഈ അജണ്ട തീരുമാനിക്കാൻ ആരെയും, ഒരു പ്രതിപക്ഷത്തിനെയോ ഒരു മീഡിയയെയും ആരെയും എത്തിച്ചിട്ടില്ല. ഒറ്റക്കെട്ടായിട്ട് പാർട്ടി അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്, യാതൊരു സംശയവുമില്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരാളും ഞാൻ പറയട്ടെ, ഈ വാർത്തകളൊക്കെ വന്നപ്പോൾ എങ്ങനെ വന്നു ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു ഒന്നുമില്ല അതിനകത്ത്. അത് വാർത്തയാക്കുക. അപ്പോൾ ഒരു വ്യൂവർഷിപ്പ് ചിലപ്പോൾ കൂടാനായിരിക്കാം, ചിലപ്പോൾ ഇത് സർക്കുലേഷൻ കൂടാനായിരിക്കാം. ഒരാളും സമീപിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു അപേക്ഷ ആർക്കും കൊടുത്തിട്ടുമില്ല, അങ്ങനെ ഒരു അജണ്ടയുമില്ല. ആ കേരള കോൺഗ്രസിന്റെ അജണ്ട മറ്റേ ആരും തീരുമാനിക്കണം, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. കേരള കോൺഗ്രസ് വന്നാൽ കൊള്ളാമെന്ന് UDFിന് ആഗ്രഹം. അല്ല, ആഗ്രഹം പലർക്കും കാണും. ഞാൻ അന്ന് പറഞ്ഞല്ലോ, പലർക്കും കാണും, ആഗ്രഹം കാണും. അത് UDFിന് മാത്രം, പല മുന്നണികൾക്കും കാണും. പക്ഷെ ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഞങ്ങൾക്ക് ആ നിലപാടിനോടൊപ്പം ഒപ്പമാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഒരിക്കലും ജനിക്കാത്ത കുഞ്ഞിനെ പറ്റി ജാഥ എഴുതുക. നിലവിൽ CPM കോട്ടയം ജില്ലാ സമ്മേളനത്തില് അവരുടെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. കേരള കോൺഗ്രസിന്റെ നിലവിലുള്ള ഒരു ഘടകകക്ഷിയായിട്ട് എടുത്തിരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്തു എന്നുള്ളൊരു മട്ടിൽ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പ്രതികരണം ഒന്നും പിന്നീട് കണ്ടില്ല. അല്ല, അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, CPM തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അത് അറിയാവുന്ന കാര്യമാണല്ലോ. തുടർഭരണം തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ, ഈ UDFിന്റെ നട്ടൽ എന്ന് പറയുന്നത് KM മാണിയും KM മാണിയുടെ പിന്തുടർച്ച അവകാശികളുമാണെന്നുള്ളത് അവരെ സംബന്ധിച്ചിട്ടുണ്ട്.